ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ICCയുടെ മെൻസ് T20 വേൾഡ് കപ്പ് 2026 ഒഫീഷ്യൽ ആന്തം റിലീസായിട്ടുണ്ട്. അത് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, ദ റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദർ. അപ്പോൾ ഒരു ഇന്ത്യൻ മെയിൻ കൊളാബറേഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ICC ക്രിക്കറ്റിൻ്റെ ഒഫീഷ്യൽ ആന്തം പാടിയിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് എല്ലാം അനിരുദ്ധ് രവിചന്ദ്രാണ്. ആൻഡ് ഇതിന്റെ ഇംഗ്ലീഷ് ലിറിക്സ് ഹെയ്സൻബർഗ് ആണ്. ഹെയ്സൻബർഗ്, ഹൂ ഈസ് ദാറ്റ്? ആരാണത്? അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് കണ്ടുപോകാം. അത് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അനിരുദ്ധ് ഇതിലും പണി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അനിരുദ്ധ് അനിരുദ്ധ് അതിന് മാത്രം എവിടെ നിന്നാണ് ഈ പാട്ട് മ്യൂസിക് എല്ലാം കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല അനിരുദ്ധിന്. അപ്പോൾ ഇത് ഒരു ക്രിക്കറ്റ് പാട്ടാണ്. അപ്പോൾ ആ തുടക്കം തൊട്ടി തന്നെ ടു ബി ഓണസ്റ്റ് ഞാൻ ആദ്യം കേട്ടപ്പോൾ തന്നെ ഇത് ഒരു സിനിമ പാട്ട് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരു ആന്തം, ഒഫീഷ്യൽ ആന്തമാണ്. ബട്ട് ആ ഒരു ഫീൽ ദ ത്രിൽ എന്നാണ് പാട്ടിന്റെ പേര്. ഫീറ്റ് അനിരുദ്ധാണ്, മ്യൂസിക് വീഡിയോ ആണിത്. അപ്പോൾ ഒരു എന്താ പറയുക, ആ ഒരു പഞ്ചാബി സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ആ ഒരു വെസ്റ്റേൺ മ്യൂസിക്, അതുപോലെ ഇങ്ങനെ ആ ഒരു പിന്നെ അനിരുദ്ധ് ഇംഗ്ലീഷ് പാടുമ്പോഴും കേൾക്കാനൊക്കെ കുറച്ച് സൂപ്പറാണ്. അതായത് അനിരുദ്ധ് ഇംഗ്ലീഷ് പാട്ടുകൾ കുറെ പാടിയിട്ടുണ്ട്, ഒരു പ്രത്യേക ഒരു സൗണ്ടും കാര്യങ്ങളും. അതിൽ ഹൈസൻബർഗിന്റെ ലിറിക്സും കൂടെ ആകുമ്പോൾ സൂപ്പറാണ്. അപ്പൊ ഇതിലൊരു ഡാൻസ് പാട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡാൻസ് പാട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, T20 വരുമ്പോ ഈ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ആ വ്യൂസും വീഡിയോസ് ഒക്കെ വരുമ്പോ സൂപ്പർ ആയിരിക്കും. Anirudh, feel the thrill. Eyes on the World Cup. ഈ പോച്ച് ആ പോർഷൻ സൂപ്പർ ഏട്ടാ. എനിക്ക് സത്യം പറഞ്ഞ ഇംഗ്ലീഷിനേക്കാൾ ഹിന്ദി പോർഷൻ ആണ് ഭയങ്കര. അതിൽ അനിരുദ്ധിന്റെ ആ വോയിസും കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക, കേൾക്കുമ്പോൾ തന്നെ ആ ഒരു വൈബ് ക്രിയേറ്റ് ആവുന്നുണ്ട് ആ പാട്ടിൽ തന്നെ. അതോടെ ആ വീഡിയോ, ആ ഒരു എഡിറ്റിംഗ് വീഡിയോയും കൂടെ കാണുമ്പോൾ തന്നെ ആ ഒരു വൈബ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ഒരു സെറ്റിങ്ങും ആ ഒരു ലിറിക്സ് ടൈപ്പ്, ആ ഒരു ഹിന്ദി പോർഷൻ വരുമ്പോൾ ആ ഒരു ഹിന്ദി പോർഷൻ വരുമ്പോൾ സൂപ്പർ ആയിട്ടില്ല. ഫീൽ ദ ത്രിൽ, എനിക്ക് ആ ത്രില്ല് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. Yeah. ലാസ്റ്റ് എല്ലാവരും കപ്പടിച്ച് എല്ലാവരും.
അപ്പോൾ ICC T20 മെൻസ് വേൾഡ് കപ്പ് ഇന്ത്യ ശ്രീലങ്കയിലുമായിട്ടാണ് നടത്തുന്നത് 2026 ഫെബ്രുവരി 7-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒഫീഷ്യൽ ഈവന്റ് സോങ് ആണിത്. ഫീൽ ദ ത്രിൽ എന്നാണ്. അനിരുദ്ധാണ് ഇതിന്റെ പാട്ട് പാടിയിരിക്കുന്നത്. മ്യൂസിക് കമ്പോസ് അറേഞ്ച്മെന്റ് ഒക്കെ. ലിറിക്സ് ഇംഗ്ലീഷ് പോർഷൻ എഴുതിയിരിക്കുന്നത് ഹൈസൻബർഗ് ആണ്. ഹൈസൻബർഗ് അറിയാം, അനിരുദ്ധിന്റെ തമിഴ് പാട്ടിലൊക്കെ ഇംഗ്ലീഷ് സോങ്ങുകളും കാര്യം വരുമ്പോൾ ലിറിക്സ് ചെയ്യുന്ന ഹൈസൻബർഗ് ആണ്. അപ്പോൾ പാട്ട് നന്നായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇംഗ്ലീഷ് പോർഷനേക്കാളും ഹൈസൻബർഗിന്റെ പോർഷനും സൂപ്പറാണ്. ബട്ട് എന്നിരുന്നാലും എനിക്ക് ആ ഇംഗ്ലീഷ് പോർഷനേക്കാളും ആ ഹിന്ദി പോർഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ ആ ഒരു ബീറ്റും ആടിയും ഒരു പഞ്ചാബ് അതാണ് ഒരു ഇന്ത്യൻ സെറ്റിങ്ങിൽ ആ ഒരു വൈബ് എനിക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അനിരുദ്ധ് സത്യം പറഞ്ഞാലും ഇപ്പൊ ഇന്ത്യയിലെ കറന്റ് ജനറേഷനിലെ ബിഗ്ഗസ്റ്റ് മ്യൂസിക് ഡയറക്ടറാണ്. വൺ ഓഫ് ദി ബിസിയസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നും പറയുന്നത് അനിരുദ്ധ് തന്നെയാണ്. കാരണം ഇപ്പൊ ഹിന്ദി, തമിഴ്, തെലുങ്ക് എല്ലായിടത്തും അനിരുദ്ധിന് വേണം, അനിരുദ്ധിന്റെ പാട്ട് വേണം, അനിരുദ്ധിന്റെ BGM വേണം. ആ ഒരു ടോപ്പിക് തന്നെയാണ്. അതായത് ഇപ്പൊ അവസാനം അനിരുദ്ധിന്റെ ആ ഒരു കൊളാബറേഷൻ വന്നിരിക്കുന്നത് ICCയുടെ മെൻസ് T20 വേൾഡ് കപ്പ് 2026 ഒഫീഷ്യൽ ആന്തം, ഒഫീഷ്യൽ സോങ് റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് തന്നെ മനസ്സിലാക്കാം അനിരുദ്ധിന്റെ ആ ഒരു ഇപ്പോൾ ആ ഒരു ഗ്രോത്ത് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പോപ്പുലാരിറ്റി എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ബിലീവ് എന്താണ്. അനിരുദ്ധിന്റെ കൊടുത്ത ഒരു നല്ലൊരു പീക്ക് സാധനം കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു പോപ്പുലാരിറ്റി കിട്ടും. കാരണം അനിരുദ്ധ് എന്നൊരു മ്യൂസിക് ഡയറക്ടർ പാട്ട് പാടും, മ്യൂസിക് ചെയ്യും, ഡാൻസ് ചെയ്യും, എല്ലാത്തിനും ഒരു പ്രൊമോഷൻ, പോപ്പുലാരിറ്റി ചെയ്യും. അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ, ട്വിറ്റർ കാര്യങ്ങളൊക്കെ വഴി പോപ്പുലാരിറ്റി ഉണ്ടാക്കും ഇന്നൊരു പാട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ഒരു 10-11 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അതിൽ കൂടുതൽ മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അത്രയും ആൾക്കാരൊക്കെ അറിയുന്ന ഒരു പടം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ഒരു പാട്ട് ഞാനാണ് പാടിയത്, അല്ലെങ്കിൽ ഇത് ഇന്നൊരു പടത്തിലെ പാട്ടാണെന്ന് അറിയുന്നു. അപ്പോൾ അത്രയ്ക്കും വലിയൊരു എന്താ പറയുക, ഒരു മ്യൂസിക് സ്റ്റാർഡം അനിരുദ്ധ് ഉണ്ടാക്കി കഴിഞ്ഞു. അതായത് ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെയൊക്കെയാണ് അനിരുദ്ധ് മ്യൂസിക് പടങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ അനിരുദ്ധിൻ്റെ ഹിറ്റ് റേഷ്യോ എന്നും പറയുന്നതും മെജോറിറ്റിയും ഹിറ്റുകൾ തന്നെയാണ്. ചാർട്ട് ബസ്റ്റർ സോങ്സ് ആൻഡ് ഗൂസ് ബംസ് BGMs, അതിലും അനിരുദ്ധ് പാട്ട് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളിൽ പാടിയിട്ടുള്ള അതും ചാർട്ട് ബസ്റ്റേഴ്സ് എല്ലാം ഹിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ പാട്ടും ആ ഹിറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു പാട്ട് തന്നെയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇംഗ്ലീഷ് പോർഷനേക്കാളും ഹിന്ദി പോർഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഒഫീഷ്യൽ ആന്തം, അതായത് ഇതൊരു എന്താ ഒരു ഡാൻസ് വൈബ് പാട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു എൻജോയ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ ഒരു വേൾഡ് കപ്പിനെ ഒന്ന് ഒരു ഗൂസ് ബംപ് ചെയ്യേണ്ട, ഒരു വൈബ് ചെയ്യേണ്ട ഒരു പാട്ടാണ്. അതായത് ഈ ആ ഒരു ഹിന്ദി പോർഷനും കാര്യങ്ങളൊക്കെ ദിസ് ഈസ് ആ ഒരു ഹിന്ദി പോർഷനും ആ ഇംഗ്ലീഷ് പോർഷനൊക്കെ വരുമ്പോൾ ആ ഒരു ക്രിക്കറ്റിന് ആ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് തോന്നുന്നുണ്ട്. അതായത് ആ പാട്ട് കേൾക്കുമ്പോഴും പാട്ടിൻ്റെ മ്യൂസിക് ആയാലും എനിക്ക് ഉള്ളവരായാലും പാട്ട് കേട്ടപ്പം ഇത് ഒരു വെറൈറ്റി പാട്ടുമല്ല. ഇതുവരെ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. നല്ല പാട്ടുകളും ഉണ്ട്, മോശം പാട്ടുകളും മോശം അല്ലാത്ത പാട്ടുകളും ഉണ്ട്. ബട്ട് ഇത് അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടൊരു പാട്ട്, അതൊരു ഡാൻസ് വൈബ്, ഒരു കുത്ത് വൈബ് പോലെയാണ്. അതായത് അനിരുദ്ധ് ഇടുന്ന ഒരു ടൈപ്പ്, ഒരു എന്താ പറയുക, അനിരുദ്ധ് തമിഴ് പടത്തിലൊക്കെ പാട്ടിടൂല, അതുപോലത്തെ ഒരു ടൈപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിൽ ഹിന്ദി കാര്യങ്ങളൊക്കെ തന്നെ, കാരണം ഒരു ബീറ്റിങ് കാര്യങ്ങളൊക്കെ വേറെ കേട്ടും ഒരു സൂപ്പർ പാട്ട്, ഒരു നല്ലൊരു പാട്ട് തന്നെയാണ് അനിരുദ്ധ് തന്നിട്ടുള്ളത്. അനിരുദ്ധ് സത്യം പറഞ്ഞാൽ ഇതുപോലെ എന്താ പറയുക, പുള്ളി അതായത് ഒരു പോപ്പുലാരിറ്റി പുള്ളിക്ക് ആ ഒരു ബിലീഫ് എല്ലാവരും കൊടുക്കുന്നുള്ളത്, പുള്ളി അത് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്കും പിന്നെയും വീണ്ടുമുള്ള പ്രൊജക്റ്റുകൾ അനിരുദ്ധിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതും നല്ലൊരു പാട്ട് തന്നെയാണ്. അപ്പം ഈ പാട്ട് ഇങ്ങനെ എന്താ പറയുക, സിനിമ റിലീസ് ചെയ്യുന്ന പോലെ ഫെബ്രുവരി 7 തൊട്ട് T20 തുടങ്ങുമ്പോൾ ഈ പാട്ടുകളും കാര്യങ്ങളും TV-യിലും മറ്റ് ആടുകളിലും എല്ലാവരും കേട്ടൊക്കെ തുടങ്ങും. ഇപ്പോഴേ കേട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. അതൊരു വൈബ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അനിരുദ്ധ് എന്നതൊരു പെർഫോമർ, അനിരുദ്ധ് എന്നൊരു മ്യൂസീഷ്യൻ, സത്യം പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ ഇന്ത്യയിൽ നോണബിൾ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണാം. അപ്പോൾ ഈ പാട്ടും അതുപോലെ തന്നെ കസറിയിട്ടുണ്ട്. നമുക്ക് T20 ഒക്കെ തുടങ്ങുമ്പോൾ ഈ പാട്ടുകളും കാര്യങ്ങളും വരും. അപ്പോഴും കുറച്ചുകൂടെ വൈബാക്കാം. അനിരുദ്ധ് എന്നടാ ഇപ്പിടി പண்ற